മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസമാണ് അള്ളാഹുവാണ് ഏക ദൈവം, ഏക ഇലാഹ് എന്നുള്ളത്. ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ബഹുദൈവാരാധനയിലേക്കോ അതിലേക്ക് കൂട്ടുന്ന ചിന്തകളിലേക്ക് പോകുന്നത് വലിയ തെറ്റും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകുന്നതുമാണ്. എന്നാൽ ഈ അടുത്ത് കുറെ ആളുകൾ മഹാന്മാരായ വലിയ വലിയ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും എല്ലാം അവർ ദൈവങ്ങളാക്കാൻ വേണ്ടി മെനക്കെടുന്ന ഒരു ദയനീയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെയും ഇസ്ലാമിക വേഷം ധരിച്ച് പൊതുസമൂഹത്തിൽ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഫിത്തനയും ഫസാദും ഉണ്ടാക്കുമ്പോൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് സാധുക്കളാകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെയാണ്, വിശ്വാസികളെയാണ്. അതുപോലെയുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഈ അടുത്ത് ഒരു ഉസ്താദുമാരുടെ വേഷം പോലെ ഒരു വേഷം ധരിച്ച് ഒരു വ്യക്തി ഒരു പാട്ടുണ്ടാക്കി. CM വലിയുല്ലാഹി വലിയ മഹാനാണ്, വലിയ പണ്ഡിതനായിരുന്നു, ഇതെല്ലാം അംഗീകരിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ആ മഹാനവറുകളുടെ ആ ഒരു ഇകഴ്ത്തുന്ന രീതിയിൽ പല ആളുകളും പാട്ടുണ്ടാക്കി അതെല്ലാം മദ്ഹാണെന്ന് വിശ്വസിച്ച് പൊതുസമൂഹത്തിൽ അത് അപ്ലോഡ് ചെയ്ത് പൊതുസമൂഹത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ എത്രമാത്രം ഫിത്തനയും ഫസാദുമാണ് ഈ സമുദായത്തിൽ ഉണ്ടാകുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. അത് വലിയ തെറ്റാണ്. അവർ വിചാരിക്കുന്നത് അവർ വലിയ സൂഫികളാണ്, വലിയ ഔലിയാക്കളാണ്, ഔലിയാക്കളുടെ സ്ഥാനത്ത് ഇരിക്കുകയാണ് അവർ എന്നൊക്കെ ധരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ ഈമാനിനെ കളങ്കം വരുത്തുന്ന രീതിയിൽ പാട്ടും പ്രസംഗവും നടത്തുന്നത് വളരെ സുലഭമായി. അത്തരത്തിലുള്ള ഒരു പാട്ട് പാടിയ ഒരു വിരുദ്ധനെയാണ് ഇന്ന് കാണുന്നത്. മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയ. അപ്പോൾ ഇവിടെ പാടുന്നത് മടവൂര് പടച്ചോനാണ്, ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണ് എന്ന തരത്തിലുള്ള പാട്ടാണ് ഇദ്ദേഹം പാടിവിടുന്നത്. എത്രമാത്രം ശിർക്കിന്റെ വരികളാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, എത്രമാത്രം വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് നാം തിരിച്ചറിയണം. CM വലിയുല്ലാഹി വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയാണ്. മഹാനവറുകൾ പൊരുത്തപ്പെടുമോ ഇത്തരത്തിലെ പാട്ടുകൾ പടച്ചുവിടുമ്പോൾ? നാം മനസ്സിലാക്കണം. ഇങ്ങനെ ഇദ്ദേഹം പാടിയപ്പോൾ ഈ പാടിയത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ് എന്നാണ് ഈ പാടിയ വ്യക്തി ഇതിന് നൽകിയ വിശദീകരണം. ആ വിശദീകരണം വെച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് എങ്ങനെയാണ് ഇതിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് ഒരു സുഹൃത്ത് തന്റെ ചാനലിൽ വിട്ട വീഡിയോ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, മടവൂരാരോ പടച്ചോനാണോ എന്നൊരു പാട്ടൊക്കെ പാടിയൊരു വീഡിയോ ആയിരുന്നു. ആ പാട്ട് ഒരു പക്ഷേ ഈ സമയത്ത് വീഡിയോ കാണുന്ന ആളുകൾ ആ പാട്ട് കേട്ടില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് വെക്കാം. അപ്പോൾ ഇതായിരുന്നു ആ പാട്ട്. അപ്പോൾ പലരും പറഞ്ഞിരുന്നു ഈ പാട്ട് വഹാബികൾ ഉണ്ടാക്കിയതാണ്, അങ്ങനെ മടവൂരിനാരെ പടച്ചോനാക്കുക, അത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കെതിരാണല്ലോ എന്നൊക്കെയാണ് ആ ഒരു ആളുകൾ അതിൽ പലപ്പോഴും കമന്റ് ഇട്ടിരുന്നതും. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. കാര്യം ഇത് എന്താ ഇങ്ങനെ പടച്ചോനാണെന്ന് മറ്റു വീഡിയോ ഉള്ളത്, ഇതാണെങ്കിൽ ഈ വീഡിയോയുടെ പേരിലൊക്കെ ഉള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇന്ന് വൈകുന്നേരം എനിക്കൊരു ഉസ്താദ് വിളിച്ചു, സക്കരിയ എന്ന് പേരുള്ള പെരിന്തൽമണ്ണയിലൊരു ഉസ്താദാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ വന്ന ആ മടവൂരാര പടച്ചോനാണെന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ്, 5-8 വർഷങ്ങളായിട്ട് ഞാൻ പാട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ആ പാട്ടിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്താദ് എനിക്ക് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം മടവൂർ ഷെയ്ഖിനെ വല്ലാതെ ആദരിക്കുന്ന, ആത്മീയമായ ആ ഒരു പ്രഭയിൽ അംഗീകരിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ സംസാരം എനിക്ക് മനസ്സിലായി. അദ്ദേഹം എനിക്ക് 22 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയച്ചു. അതിൽ മടവൂർ ഷെയ്ഖിനെ കുറിച്ചിട്ട് ഈ ഒരു പാട്ട് വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് അറിയുന്ന മടവൂർ ഷെയ്ഖിനെ വളരെ അങ്ങേയറ്റം ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സൂഫി പദവിയിൽ അംഗീകരിക്കുന്ന ഒരാൾ ചോദിച്ച സംശയത്തിന്റെ മറുപടി കൂടി എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്റെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം. കൂട്ടത്തിൽ എനിക്കൊരു ടെക്സ്റ്റ് അയച്ചു തന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പാട്ടുണ്ടായ പശ്ചാത്തലം എന്താണെന്നുള്ളത്. അദ്ദേഹം എനിക്ക് എഴുതി അയച്ചതാണ്, ഞാൻ വായിക്കുന്നത്. മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിച്ചതിനോടുള്ള മറുപടി അതേ നാണയത്തിൽ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുകയാണ്. അദ്ദേഹം മടവൂരാര പടച്ചോനാണോ എന്ന് പലപ്പോഴും മടവൂരിന്റെ ആ ഒരു വിലായത്തിനെ കുറിച്ചിട്ടോ അദ്ദേഹത്തിന്റെ ഒരു സുഫിയാക്കളുടെ പദവിയൊന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ പടച്ചോനാണോ എന്ന് കളിയാക്കലുണ്ട്. അപ്പൊ അതേ നാണയത്തിൽ ഒരു കാവ്യ ഭാഷയിൽ പ്രതികരിച്ചതാണ്. അതാണ് ആ പാട്ടിലുള്ളത്. മടവൂരിൽ, അതായത് മടവൂരിൽ പ്രത്യക്ഷപ്പെടുന്നത് പടച്ചവൻ തന്നെയാണ്, സർവശക്തനായ ഏകനായ ആദ്യവും അന്ത്യവും ഇല്ലാത്ത അള്ളാഹുവിന്റെ കുദറത്തുകളാണ് മടവൂർ ഷെയ്ഖുകളുടെ വെളിവായത്. അല്ലാതെ മടവൂർ ഷെയ്ഖിന് യാതൊരു കഴിവും കരുത്തുമൊന്നുമില്ല എന്ന സൂഫി ഭാഷയെ അദ്ദേഹം ഈ കവിതയിലൂടെ കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം എനിക്ക് അയച്ച ടെക്സ്റ്റിൽ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നൊരു ദൂരയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉദ്ദേശിച്ച ഒരു ആലങ്കാരിക ഭാഷയാണ്. അപ്പോൾ ഈ പാട്ട് ഉണ്ടാക്കിയ വ്യക്തി, അദ്ദേഹം ഈ പാട്ടുണ്ടാക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞത്
അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് ആലങ്കാരികമായിട്ടാണ് മറുപടി കൊടുത്തത് എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം കാണാം. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല അലിയുൻ ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ജനങ്ങൾക്ക് സാധാരണയിൽ അറിയുന്ന അവരുടെ അഖൽ, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പറയുക. വദഉമാ യുൻകിറൂന, അവർ വിരോധിക്കുന്ന, അവർക്ക് വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. കാരണം എന്താ? അതുഹിബ്ബൂന അൻ യുകദ്ദബല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കപ്പെടാൻ നിൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അള്ളാഹുവിനെയും റസൂലിനെയും ജനങ്ങൾ കളവാക്കാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പാടില്ല, നിഷിദ്ധമാണ് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ധാരാളം ഹദീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുസ്ലിമിലും കാണാം, വഖാല ഇബ്നു മസ്ഊദ് മാ അൻത ബിമുഹദ്ദിസിൻ ഖൗമൻ ഹദീസൻ ലാ തബ്ലഗുഹു ഖുലുഹും ഇല്ലാ കാന ഫിത്ന, ജനങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നീ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിത്നയുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും പറയുന്നു. അപ്പോൾ ഫിത്നയുണ്ടാകുകയാണ് ഇത്തരത്തിലുള്ള ആലങ്കാരിക പ്രയോഗം നടത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നത്. അത് തീർത്തും ഹറാമാണ്. ഫിത്നയുണ്ടാക്കാൻ പാടില്ല, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ഈ മദ്രസയിൽ പഠിച്ച കുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ ഇത്തരത്തിൽ പാട്ടുകൾ ഉണ്ടാക്കാൻ പ്രചോദനമാകുന്നത് അറിവില്ലായ്മയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം. തന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് മടവൂർ എന്നെ ഇങ്ങനെയൊക്കെയാണ് വീക്ഷിക്കുന്നത്, ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് ഷെയ്ഖ് മടവൂരിനെ തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അറിവില്ലാതെ ഇസ്ലാം പഠിക്കാതെ ചില ആളുകൾ ഇത്തരത്തിൽ പ്രവർത്തനം ചെയ്യുന്നത് വളരെ സങ്കടകരമാണ്. ഇസ്ലാം ദീനിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ചെയ്ത ഈ സുഹൃത്ത് ഫഖ്റുദ്ദീൻ എന്ന് പറയുന്ന ഈ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം വഹാബി അല്ല, പക്ഷേ വഹാബിയേക്കാൾ കടുത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധിയാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്, അഥവാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു അർത്ഥമാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഈ ഒരു കവിതയിൽ, ഈ ഒരു പാട്ടാണെങ്കിൽ പാട്ട്, കവിതയാണെങ്കിൽ കവിത. അദ്ദേഹം ഉദ്ദേശം എത്ര? ഞാനൊരു കാര്യം പറയാം. ഈ ഉദ്ദേശം മൂപ്പർ എന്നെ പറഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് ഇത് മനസ്സിലായില്ല. ആ ഒരു വിഷയത്തിൽ ആളുകൾക്ക് മനസ്സിലാവാത്തതിന് ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശദീകരണം കൂടി ഞാൻ തരാനുണ്ട്. അപ്പോൾ മടവൂരാര പടച്ചോനാണോ എന്നുള്ള വിമർശകരുടെ ചോദ്യത്തിന് അതെ, മടവൂര് പടച്ചോൻ തന്നെയാണ്. എന്ന് വെച്ചാൽ പടച്ചോന്റെ കഴിവുകളുള്ള, പടച്ചോൻ നൽകുന്ന ഒരുപാട് എന്താ പറയുക, അസംഖ്യം കഴിവുകളുള്ള ഒരാളാണ് മടവൂരുള്ളത്. അല്ലെങ്കിൽ മടവൂർ അങ്ങനെ അസംഖ്യം കഴിവുകളുള്ള ഒരാളാണ്, അള്ളാഹു കൊടുത്ത കഴിവാണ് എന്നൊരു ആലങ്കാരികമായ പ്രയോഗം നടത്തിയതാണെന്നുള്ളത്. ഈ അവസ്ഥ ദയവ് ചെയ്തുണ്ടാക്കരുത്. പറയുമ്പോൾ ആലങ്കാരിക ഭാഷയാണെന്നും ആ കവിത ഫുള്ളായിട്ടൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇറക്കിയാൽ മതിയായിരുന്നു. ഇനി സക്കരിയ പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന് എത്രത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോടുള്ള വിരോധമുണ്ട് എന്നും അതൊക്കെയും പ്രകടമാക്കിയുള്ള അദ്ദേഹത്തിന്റെ ആ ധിക്കാരം നിറഞ്ഞ ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്ന രീതിയിൽ എഴുതിയതല്ല, എനിക്ക് ഗായകനാവണമെന്ന് ആവശ്യമില്ല. മനസ്സിലാവുന്നു. ഞാൻ ചെറുപ്പം മുതലേ അള്ളാന്റെ മഹാന്മാരെ സഹിതത്തിൽ പാട്ടുപാടി വരുന്ന ആളാ. എനിക്കിതൊന്നും പേടില്ല. ചെറുപ്പം മുതലേ മഹാന്മാരുടെ സവിധത്തിൽ പാട്ട് പാടുന്നത് കൊണ്ട് ശറഈനെതിരായ കാര്യങ്ങൾ എങ്ങനെയാണ് അനുവദനീയമാവുക? അഖീദയോട് എതിരാകുന്ന രീതിയിൽ മഹാന്മാരുടെ ചാരത്ത് പോയിട്ട്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ വളച്ചു കൊണ്ടുപോവുകയാണ്. ഒരിക്കലും പാടില്ല. മഹാന്മാരുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നതും, അവിടെ ആനകളെ കൊണ്ടുവന്ന് ഷോ കാണിക്കുന്നതും, അന്യ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നതും, അവിടെ മ്യൂസിക് വെച്ചുകൊണ്ട് പാട്ട് പാടുന്നതൊക്കെയും മഹാന്മാർക്ക് വലിയ തൃപ്തിയാണെന്ന് നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ ധരിച്ച് വശമാക്കിയതാണ്. എന്നാൽ അവരൊക്കെയും പരിശുദ്ധ ഇസ്ലാമിനെ പൂർണ്ണമായ നിലക്ക് പഠിക്കുകയും അതനുസരിച്ച് ജീവിച്ചവരുമാണ്. അവരുടെ അരികിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരം കാട്ടുന്നത് അവരെങ്ങനെയാണ് പൊരുത്തപ്പെടുക? അതുകൊണ്ട് എങ്ങനെയാണ് അവരോടുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുക? അതൊക്കെ വെറും ജനങ്ങളെ പൊട്ടീസാക്കുകയാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നമ്മൾ എന്തുകൊണ്ടത് എഴുതി അത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിച്ചത്? ശൈഖുന മടവൂർ, എനിക്ക് എന്റെ ശൈഖുന മടവൂർ അങ്ങനെയൊക്കെയാണ്. എങ്ങനെയൊക്കെയാണ് സുഹൃത്തെ? എങ്ങനെയൊക്കെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകളാണോ ഇതൊക്കെ? അള്ളാഹുവിന്റെ സ്ഥാനം കൊടുക്കുന്നത്, അള്ളാഹുവിനോളം ആർക്കാണ് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നത്? ഇത് വലിയ തെറ്റല്ലേ സഹോദര? ഞാൻ അങ്ങനെ എഴുതി. ചുരുക്കി പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്ന തന്നിഷ്ടം എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ അത് വരാൻ പാടില്ലല്ലോ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവൻ എന്നാണ്, അനുസരണയുള്ളവൻ എന്നാണ്.
അള്ളാഹുവിന്റെ റസൂലും എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിക്കുന്നവർക്കാണ് മുസ്ലിം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ധിക്കാരം നിറഞ്ഞ വാക്കുകൾ ഒരു മുസ്ലിമിന്റെ വാക്കിൽ നിന്നും വരേണ്ടതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കാണ് ഇവരാണത് അള്ളാഹു കൊടുത്ത കഴിവ്. ഈ കൊടുത്ത കഴിവ് എന്ന് പറയും. കൊടുത്ത കഴിവ് ഇവർ എന്ന് പറയുന്നത് സുന്നികളെയാണോ സുഹൃത്തെ? കൊടുത്ത കഴിവല്ല, കൊടുത്തുകൊണ്ടേയിരിക്കുന്ന കഴിവാണ്. അള്ളാഹു ഒരാൾക്ക് എല്ലാ കഴിവും അങ്ങ് കൊടുത്ത് വെറുതെ ഇരിക്കുകയാണോ? ഒരിക്കലുമല്ല. ഏതൊരാൾക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ചലനം വേണമെങ്കിൽ, ഒരു കഴിവുണ്ട് എങ്കിൽ ആ കഴിവെല്ലാം അള്ളാഹു തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വിരൽ അനക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അനക്കുമ്പോൾ ഓരോ അനക്കം അനങ്ങുന്നുണ്ടെങ്കിൽ അതത് സമയത്ത് അള്ളാഹു നമുക്ക് കഴിവ് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം? അള്ള വേണ്ടേ? കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം? ഫാസിലെ പറയും. കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം? അള്ള വേണ്ടേ? അല്ലാതെ ഒരു വ്യക്തിയെ പിടിച്ച് ദൈവാക്കിയതുപോലെ അതിൽ മറ്റുള്ള വ്യക്തികളെ ദൈവാക്കുന്ന സംഭവം അല്ല ഇവിടെ സംഭവം. ഇത് ചില വാക്കുകൾ ആ പാട്ടിലെ ചില വരികൾ ചില ആളുകളെ വല്ലാതെ നോവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നോവിക്കൽ പാടില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ മടവൂരിനെ പടച്ചോനായി വിശ്വസിക്കുന്നുണ്ടോ എന്നോ ഒന്നുമല്ല. പക്ഷെ അത്തരത്തിലുള്ള വാക്കുകൾ അത് വലിയ തെറ്റാണ്. അതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് മറുപടി കൊടുക്കാൻ മറ്റു മാർഗങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതിന് ഇത്തരത്തിലുള്ള കോമാളിത്തരമല്ല വേണ്ടത് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ആ പാട്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് അത് വേദനയല്ലാതെ മറ്റെന്താണ് തരുന്നത്? ഒരിക്കലും ഒരു മുസ്ലിമിന് അത് ആനന്ദം തരുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾക്കല്ലാതെ ഇതിൽ യാതൊരു ആനന്ദവുമില്ല. മുഅ്മിനീങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണോ നിങ്ങൾ ആനന്ദം കൊള്ളുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആനന്ദിക്കാം. അതിന് അത്ര പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതൊരിക്കലും സമൂഹം മറക്കാത്ത പ്രയോഗങ്ങളാണ്. അത് നിങ്ങൾക്ക് അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. പൊന്നു സുഹൃത്തെ, നിങ്ങൾ അള്ളാഹുവിൽ ഭയപ്പെടുന്നുണ്ടോ എങ്കിൽ ഇത്തരത്തിലുള്ള കോമാളിത്തരമൊക്കെ ഒന്ന് നിർത്തണമെന്ന്. നിങ്ങൾ 8 വർഷമായി പാട്ടെഴുതുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഭീകരമാകുന്ന രീതിയിലൊന്നും പാട്ട് എഴുതി വിടരുത് എന്ന ഒരു അപേക്ഷയാണ് നിങ്ങളോട് എനിക്കുള്ളൂ.